ലക്ഷണമൊത്ത ഒരു ലൈംഗിക കുറ്റവാളിയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA എന്ന് ഇതാ വീണ്ടും തെളിയിക്കുന്നു. ഒരു പെൺകുട്ടി കൂടി തന്നെ പിച്ചി ചീന്തിയ പരാതിയുമായി രംഗത്ത്. എല്ലാ ക്രിമിനലുകൾക്കും എന്ന പോലെ രാഹുൽ മാങ്കൂട്ടത്തിനും ഒരു മോഡസ് ഓപ്പറാൻഡി ഉണ്ട്. അതായത് കുറ്റകൃത്യം ചെയ്യുന്നതിലെ സമാനതകൾ. ആദ്യ പെൺകുട്ടി പറഞ്ഞതുപോലെ തന്നെയാണ്. ചാറ്റ് ചെയ്യുക, വിവാഹ വാഗ്ദാനം നൽകുക, ഗർഭിണിയാകണമെന്ന് നിർബന്ധം പിടിക്കുക, റൂമിലെത്തിച്ച് കൺസെൻ്റ് ഇല്ലാതെ കടിച്ചു കയറുക, വിഷമുള്ളിൽ ഉദരത്തിലെത്തിച്ച ഭ്രൂണത്തെ അഥവാ കുഞ്ഞിനെ അശാസ്ത്രീയമായി രക്തപിണ്ഡമാക്കി കളയുക. അല്ലയോ അഭിനവ കംസജന്മമേ, നിങ്ങളുടെ അധമ വൈകല്യത്തിന് വിധേയമായ എത്ര പെൺകുട്ടികളുണ്ട്? ഇനി എത്ര ഗർഭസ്ഥ ശിശുക്കളുണ്ട്? പലതും കണ്ട് ആ നരാധമനെ പിന്തുണച്ചവർ അവിടെ നിൽക്കട്ടെ. ഗാന്ധിജിയുടെ ഖദർ ധരിച്ച് അടിമുടി അയാളെ പിന്തുണച്ച കോൺഗ്രസ് നേതൃത്വമാണ് പ്രതിക്കൂട്ടിൽ. വാക്കാലും എഴുത്താലും നിങ്ങൾക്ക് മുന്നിൽ പല പെൺകുട്ടികളും കരഞ്ഞു പറഞ്ഞില്ലേ? എന്നിട്ട് അതൊക്കെ മറച്ചു വെച്ചല്ലേ നിങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ പൊറാട്ട് നാടകം കളിച്ചത്? ഇപ്പോഴത്തെ പെൺകുട്ടിയും നിങ്ങൾക്ക് നൽകിയ പരാതി പോലീസിന് കൈമാറി എന്ന് പറയുമ്പോഴും അത് DGPയുടെ ഓഫീസിൽ ഇതുവരെ എത്തിയിട്ടില്ല, ലഭിച്ചിട്ടില്ല. DGPക്ക് നിരവധി ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓഡിയോ പുറത്തെത്തുമ്പോഴെങ്കിലും തള്ളിപ്പറഞ്ഞിരുന്നെങ്കിൽ കോൺഗ്രസിന് ഈ ഗതികേട് വരുമോ? കാറിൽ ഒളിവിൽ കഴിയുന്ന ലേഡി കില്ലറായ ഈ MLA കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചു എന്നത് ഓർക്കുമ്പോൾ നിങ്ങൾക്ക് സഹതാപം തോന്നുന്നില്ലേ? മൂക്കാതെ പഴുത്ത സൈക്കോപാത്തിൻ്റെ ജൽപ്പനങ്ങളെന്ന് രാഹുൽ മാങ്കൂട്ടത്തിലിനെ പിന്തുണയ്ക്കുന്നവർ നാളെ പറഞ്ഞ് കൈയൊഴിയാം. പക്ഷേ കോൺഗ്രസിനോ, സതീശനടക്കമുള്ള നേതാക്കൾ ഇനി എന്തു പറയും ജനങ്ങൾക്ക് മുമ്പിൽ? ഈ പാപക്കറയുമായാണോ കൈപ്പത്തിക്കോട്ട് ചെയ്യാൻ നിങ്ങൾ ജനങ്ങളെ സമീപിക്കുക?